ഞങ്ങളൊരു ദിവസം പെരുമ്പാവൂർ വീട്ടിൽ പോയ സമയത്ത് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കടയിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തിട്ടാ. അങ്ങനെ ഞങ്ങൾ പുട്ടും പയറാണ് കഴിച്ചിട്ടാ. അവിടെ നോക്കുമ്പോൾ പയർ നല്ല കട്ട പോലെ ഇരിക്കണേ. എന്നാൽ പിന്നെ നമ്മുടെ കടയിലും പയറ് ഉണ്ടാക്കി കൊടുത്താലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 1 വർഷത്തിന് മുമ്പ് നടന്ന കാര്യമാണ് കേട്ടോ. അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ കടയിൽ ഇപ്പോൾ പയറ് കറി ഉണ്ട്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 2 സവാള അരിഞ്ഞതും അതേപോലെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളകും ഇട്ടൊന്ന് വയറ്റിയതിന് ശേഷം പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വയറ്റി കൊടുത്ത് പിന്നെ എരിവിന് വേണ്ടി ചതച്ചമുളക് ഇട്ട് കൊടുത്തേക്കണം. ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ച് വേണം ചതച്ചമുളക് ചേർത്ത് കൊടുക്കാൻ. കുതിർത്താത്ത പയറാണ്ട നമ്മൾ ഇട്ട് കൊടുത്തേക്കണം. കുതിർത്താൻ മറന്നു വീടും, അതുകൊണ്ടിട്ടാണ് കുതിർത്താത്ത ഇട്ട് കൊടുത്തേക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഉപ്പിട്ട് കൊടുത്ത് പിന്നെന്താണ് നമുക്കിത് വേവിച്ചെടുക്കാം. കുതിർത്തിയ പയറൊക്കെ ആണെങ്കിൽ ഒറ്റ വിസിൽ കൊണ്ട് വേവും. കുതിർത്താത്തോ അതുകൊണ്ട് 5-6 വിസിൽ വേണ്ടി വന്നിട്ടാ. ഞാൻ നോക്കുമ്പോൾ വിസിലൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോഴേ പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷെ ഒട്ടും വെള്ളമില്ലാടോ. അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഇച്ചിരി വെള്ളം ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പയർ കണ്ണും മൂച്ചും കിടക്കണം, കുറച്ച് പയർ എന്ത് ചെയ്യണം നന്നായിട്ട് ഉടഞ്ഞും കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ പയർ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ പായസം പോലെ ആയിട്ടുണ്ടെങ്കിൽ പയർ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഇച്ചിരി കടുകൊക്കെ വറുത്ത് ഇട്ട് കൊടുത്ത്. കടുക് വറുക്കാൻ എല്ലാവർക്കും അറിയാലോ, പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് പറയണില്ല. അപ്പോൾ അതേ നമ്മുടെ പയർ കറി ഇവിടെ റെഡി.